ആട്ടെ, നീ എങ്ങോട്ടാ പത്മാവതി ഇത്ര ധൃതിയില്? അത് നിങ്ങൾക്കറിയില്ലേ? എന്റെ മകളുടെ വിവാഹം നിങ്ങളുടെ മകനുമായിട്ട് നടക്കുന്ന ദിവസമല്ലേ ഇന്ന്. അപ്പൊ ഞാൻ അങ്ങോട്ട് വരണ്ടേ? വരണം, പത്മാവതി വരണം. പക്ഷേ പത്മാവതി വരുന്നത് വിവാഹം കൂടി സദ്യ കഴിച്ചു പോകാനായിരിക്കണം. വിവാഹം കൂടണോ സദ്യ കഴിക്കണോന്നൊക്കെ ഈ പത്മാവതി തീരുമാനിക്കും. അങ്ങനെ നീ തീരുമാനിച്ചാൽ മാത്രം പോരല്ലോ. അംബിക മനസ്സിലൊരു കാര്യം നടത്തോന്ന് തീരുമാനിച്ചാലേ അത് നടത്തിയിരിക്കും. അപ്പോ രണ്ടും കൽപ്പിച്ചുള്ള വരവാണ്. അതെ. ഇറങ്ങി വാടാ. വെള്ളം പിടിക്കാതെ അമ്മായി. കഴിഞ്ഞമ്മേ. ആ, അമ്മേ ലേറ്റ് ആവുന്നു. ഈ ചെക്കൻ്റെ ഒരു ധൃതി. ഒന്ന് പോവാമേ. ആ, പത്മാവതി, പത്മാവതി, ഞങ്ങൾ ഇറങ്ങുവാ. ദേ, ബലം പിടിച്ച് കയറ് പൊട്ടിക്കാനൊന്നും ശ്രമിക്കണ്ട. നടക്കില്ല കേട്ടോ. ഡോ, താനിവിടെ ഉണ്ടാവണം. ശരി മാഡം. തൽക്കാലം ഇവിടെ ഒന്നും ചെയ്യണ്ട. വിവാഹം കഴിഞ്ഞ് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ പത്മാവതി. നല്ല കുട്ടിയായിട്ട് ഇവിടെ അടങ്ങിയിരിക്കണം, മനസ്സിലായല്ലോ? ദീപക് ഋതികയുടെ കഴുത്തില് താലി കെട്ടി കഴിയുമ്പോ ഇവന്റെ ഫോണിലേക്ക് ഞാൻ രണ്ടാളുടെയും ഫോട്ടോ അയച്ചുതരാം. ചേച്ചി ഇത് രാവിലെ തന്നെ എവിടെ പോയതാ? ക്ഷേത്രത്തിലേക്ക് വിളിച്ചിട്ട് വരാതെ വേറെ എന്താവശ്യമായിരുന്നു? അത് പ്രതാപ, ഞാൻ ഇവനെയും കൊണ്ട് നമ്മുടെ പഴയ തറവാട് വീട് വരെ ഒന്ന് പോയതാ. അവിടെയാണല്ലോ കാർന്നോമാരുടെ അസ്ഥിത്തറയൊക്കെ ഉള്ളത്. അവിടെ വിളക്ക് കൊളുത്തി ദീപകിനെ കൊണ്ട് എല്ലാവരുടെ അനുഗ്രഹവും വാങ്ങിച്ചു. അതെന്തായാലും നന്നായി ചേച്ചി. എന്താ ചേച്ചി? മൺമറഞ്ഞു പോയ നമ്മുടെ അപ്പനപ്പന്മാർക്ക് ഇപ്പോഴാ സന്തോഷമായെന്ന് തോന്നുന്നു. നമ്മുടെ കുടുംബത്തിലെ കുട്ടിയെ പുറത്തല്ല വിവാഹം ചെയ്ത് കൊടുക്കുന്നതെന്ന് അറിഞ്ഞപ്പോ അവർക്ക് തൃപ്തിയായിട്ടുണ്ടാവും. ചേച്ചി എന്തിനാ വിഷമിക്കുന്നേ? ഋതുമോളെ, മോളുടെ കയ്യിൽ പ്രസാദമായിരിക്കും അല്ലേ? ഈശ്വര, എല്ലാം ഭംഗിയാക്കി തരണേ. എല്ലാവർക്കും നല്ലത് വരണേ. മോളെ, ഇങ്ങനെ മടിച്ചു നിൽക്കാതെ പ്രസാദം എടുത്ത് ദീപകിനെ തൊട്ടുകൊടുക്ക്. നീ എന്താ ലേറ്റ് ആയത്? നിന്നോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ ആ ഇവന്റ് മാനേജർ ഹരിയുടെ കൂടെ ഉണ്ടാവണമെന്ന്. അതെ മേഡം. ആ, എന്നാ നീ അങ്ങോട്ട് പോ. ശരി മേഡം. അല്ല, മോളെന്താ മടിച്ചു നിൽക്കുന്നേ? ഈ പ്രസാദ് അവനെ തൊടിക്ക്. ചെല്ലേ. വാ പ്രതാപ. അല്ല, ഇതെന്താ ചേച്ചി? എന്തിനാ ഈ ബൗൺസേഴ്സ് ഒക്കെ? ഫംഗ്ഷനുകൾക്കും ആഘോഷങ്ങൾക്കും ഒക്കെ ബൗൺസേഴ്സിനെ വെക്കുന്നത് ഇപ്പൊ ഒരു പുതുമയാണോ പ്രതാപ? നമ്മുടെ വീട്ടിൽ ഇത് ആദ്യമായിട്ടല്ലേ? അതെ, ഇതേ നമ്മുടെ എല്ലാവരുടെയും സേഫ്റ്റിക്ക് വേണ്ടിട്ടാ. എല്ലാം ആ ഹരി നിർബന്ധിച്ചതുകൊണ്ടാ. വാ പ്രതാപ, നമുക്ക് അകത്തേക്ക് പോവാം. ഇരിക്കെ. യാമിനി, ചായ എടുക്ക. എനിക്ക് വിത്തൗട്ട് മതി കേട്ടോ യാമിനി. ശരി. വിഷ്ണു, ഒരു മിനിറ്റ്, ഞാനിപ്പോ അമ്മാവ ഫ്രണ്ട്സാ. ഞാനൊന്ന് അങ്ങളെ രോഹൻ, ഒരു 10 മിനിറ്റ് നിങ്ങൾ സംസാരിച്ചിരിക്കേ. ഇറ്റ്സ് ഓക്കെ ദീപക്, പ്ലീസ് ക്യാരി ഓൺ. ഓക്കെ. സാഗരജ, ഇത് അത്ഭുതമാണ് കേട്ടോ. താൻ നേരത്തെ ഒരിടത്ത് വരുന്നത്
ഞാൻ ആദ്യമായിട്ട് കാണുന്നേ. ഈ ഇലക്ഷന്റെ തലവേദനയിൽ നിന്ന് മനസ്സൊന്ന് റിലാക്സ് ആക്കണം. അതിനുവേണ്ടി കിട്ടുന്ന ഒരു അവസരവും കഴിഞ്ഞ 1 മാസമായി ഞാൻ പാഴാക്കാറില്ല പറഞ്ഞേ. പിന്നെ ഇന്നിവിടെ നേരത്തെ വന്നതിന്റെ ക്രെഡിറ്റ് അത് റോഹന. വർമ്മയെങ്കിളുടെ വീട്ടിൽ പോകണം, വർമ്മയെങ്കിളുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കണം, അങ്ങനെ അവന് ഒരേ നിർബന്ധം. ഓ ആണോ? അത് തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് വിചാരിക്കരുത്. തനിക്കറിയാലോ, ഇവനൊരു എഞ്ചിനീയറാ. റെയർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവനൊരു ഭ്രമമാ. ഓ ഇവിടെ തന്റെ വീട്ടിന്റെ സ്ട്രക്ചറിന്റെ കാര്യം ഞാൻ പണ്ട് പറഞ്ഞത് ഇവന്റെ മനസ്സിലുണ്ടായിരുന്നു. ദീപകിന്റെയും ഹൃദയമോളുടെയും വിവാഹം അംബിക ക്ഷണിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇവനോട് പറഞ്ഞപ്പോ തന്നെ ഇവൻ എന്നോട് പറഞ്ഞു എനിക്കും വരണം, വിവാഹത്തിൽ പങ്കെടുക്കണം എന്നൊക്കെ. വർമ്മ സാറിന്റെ വീടും കാണാം. അതുകൊള്ള. താൻ വേണമെങ്കിൽ ഈ വീടൊക്കെ ഒന്ന് കറങ്ങി മുഴുവനും നന്നായിട്ട് ഒന്ന് മനസ്സിലാക്കിയോ. താങ്ക്സ് അങ്കിൾ. അവന്റെ ഒരു ആവേശം കണ്ടില്ലേ? വിവാഹപ്രായമായി, പോയി പെണ്ണ് കെട്ടടാ എന്ന് പറഞ്ഞ ഇരുന്നെടുത്ത് നനങ്ങില്ല, വാ തുറന്നൊരു അക്ഷരം സംസാരിക്കുകയില്ല. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ആള് 100 ആ രാജു ഒന്നിങ്ങൊന്നേ. എന്താ ഓർമ്മ സാറേ? രാജു ഇത് ആ നമസ്കാരം സാറേ. നമസ്കാരം. രാജു ഇത് റോഹൻ. ആ. സാഗരാജന്റെ അനിയന്റെ മകനാ. ഓ റോഹൻ ഇതെന്റെ പി എ രാജു. ഹായ് രാജു. ഹായ് സർ.